എങ്ങനെയാണ് പ്യൂബർട്ടിക്ക് ശേഷം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്? പ്യൂബർട്ടിക്ക് ശേഷം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് IGF-1 ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്യൂബർട്ടിക്ക് മുമ്പ് നല്ല രീതിയിൽ വളരുന്നത്. അതിൻ്റെ കാരണം നമ്മളുടെ ഹോർമോൺ ആ സമയങ്ങളിൽ സ്പൈക്ക് ആവുന്നതുകൊണ്ടാണ്. പ്യൂബർട്ടിക്ക് മുമ്പ് നമ്മളുടെ IGF-1, ടെസ്റ്റോസ്റ്റിറോൺ, HGH ഇതൊക്കെ സ്പൈക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈറ്റ് ഇൻക്രീസ് ആവുന്നത്. സോ നമ്മളുടെ IGF-1ഉം നമ്മളുടെ ടെസ്റ്റോസ്റ്റിറോണും നമ്മളുടെ HGH ഹോർമോണൊക്കെ ബൂസ്റ്റ് ചെയ്ത വഴി നമ്മളുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പ്യൂബർട്ടിക്ക് ശേഷവും സാധിക്കും. നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി വഴി ഈ ഹോർമോണുകളെ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൗത്ത് സുഡാനിലെ ഡിങ്ക ട്രൈബിനെ പറ്റിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ആളുകളുള്ള ട്രൈബാണ് ഡിങ്ക ട്രൈബ്. ഡിങ്ക ട്രൈബിൻ്റെ ഡയറ്റ് പ്രധാനമായിട്ടും സോർഗം, മില്ലറ്റ്സ്, മിൽക്ക്, റെഡ് മീറ്റ് തുടങ്ങിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഭക്ഷണങ്ങളുടെ കൺസംഷൻ അവരെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മളുടെ പീറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നത്. നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ നമ്മളുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുമെങ്കിലും IGF-1 എന്ന ഹോർമോണാണ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ പീറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് HGH ഹോർമോൺ കരളിലെത്തുകയും കരളിൽ സിന്തസൈസ് ചെയ്ത് IGF-1 ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ IGF-1 ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും. പ്യൂബർട്ടിക്ക് ശേഷവും ഇത് പോസിബിൾ ആണ്. ഹൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് DM ചെയ്യൂ. കൃഷ്ണ ലവ്സ് യു.